അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരമെന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സുഗന്ധി, ഇതെൻ്റെ മകൻ അഭിമന്യു. ഞങ്ങൾ വരുന്നത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. ഞാനൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാനൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഉടമ്പടി എടുത്തത് 21/2/2024 ഞാൻ കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്യുന്ന അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരി പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഒന്നാമത്തെ നിയോഗം ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ 2 വീട്ടിൻ്റെ അപ്പുറത്ത് എനിക്കൊരു 6.25 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. അതെല്ലാം വഴിതർക്കമായിരുന്നു. അതിൽ അടുത്ത് താമസിക്കുന്നവർ ആ കല്ല് പൊഴുതു മാറ്റി രാത്രിയിൽ തന്നെ വഴി കെട്ടി അടച്ചു. ഞങ്ങൾ 8 വർഷം കൊണ്ട് കേസ് പറയുകയാണ്. ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ലായിരുന്നു. അവർ കാശ് കൊടുത്ത് എല്ലാ പാർട്ടിക്കാരെയും എല്ലാവരെയും അവർക്ക് അനുകൂലമായിട്ടുണ്ടാകും. ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. ഞങ്ങൾക്ക് കാശില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. ഞങ്ങൾക്ക് അമ്മയും ഈശോയും മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് 21/2/2024 ഇവിടെ വന്ന് അമ്മയും ഈശോയാണ് ഞങ്ങളെ സഹായിച്ചത്. ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ട് അച്ഛനെ പ്രാർത്ഥിച്ച് ഒരു കാശുരൂപം തന്ന് ആ വഴിയിൽ അടുത്തുകൊണ്ടൊന്ന് കുഴിച്ചിടാൻ പറഞ്ഞു. ഞാൻ കുഴിച്ചിട്ട് ഇവിടുത്തെ ഉപ്പ് കൊണ്ടുവന്ന് അവിടെ വിതറി. ഇവിടുന്ന് കൊണ്ടുപോയ മണൽ കൊണ്ടുവന്ന് വഴിയിൽ വിതറി. എനിക്ക് അത് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ വഴി എനിക്ക് വിധിയായി കിട്ടി. പിന്നെ ആ തടസ്സം മാറ്റാൻ ഞാൻ രണ്ടാമതും കേസ് കൊടുത്തു. കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ മകനും 2024 ജമാല റാലിയും 2025 ജമാല റാലിയും ഞങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ വഴിയുടെ തടസ്സം മാറ്റി ഞങ്ങൾക്ക് അതിൽ കൂടി നടക്കാൻ പറ്റി. ഈശോ അമ്മ മാതാവിന് ഈശോയും ഞങ്ങൾക്ക് വഴി മേടിച്ച് തന്ന അമ്മയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ കൃഷി ചെയ്യുന്ന എനിക്കൊരു 5 സെൻറ്റ് വസ്തു വേറെ ഉണ്ടായിരുന്നു. അതിനടുത്ത് ഒരു 6 സെൻറ്റ് വസ്തു വിൽക്കാനുണ്ടായിരുന്നു. അതിൽ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും ഇവിടുത്തെ മണ്ണും കൊണ്ടുവന്ന് ആ 6 സെൻറ്റ് വസ്തുവിനകത്ത് പറഞ്ഞു, അതിൽ നിന്നൊരു 2 സെൻറ്റും കൂടെ എനിക്ക് തേടിച്ച് തരണേ അമ്മേ, എനിക്ക് കൃഷി ചെയ്യാനാണ്. ഞാൻ അതിൽ കൃഷി ചെയ്ത് ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്തോളാം അമ്മേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് 2 സെൻറ്റ് വരെ എനിക്ക് അമ്മ മാതാവ് 6 സെൻറ്റ് വസ്തു എനിക്ക് മേടിച്ച് തന്നു. അമ്മയ്ക്കും മാതാവിനും ഈ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ രോഗസൗഖ്യം, എനിക്ക് പ്രഷറും ഷുഗറും തൈറോയിഡിൻ്റെ അസുഖവും പൈൽസിൻ്റെ അസുഖം അല്ലാണ്ടായിരുന്നു. ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണങ്ങളിൽ കഴിച്ചപ്പോൾ എനിക്കത് നോർമലായി. ഇപ്പോൾ ഞാൻ ഷുഗറിൻ്റെ ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇപ്പം കഴിക്കുന്നില്ല. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം വെച്ച് കുരിശ് വരച്ച് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലും ഞാൻ ജോലി ചെയ്യുന്ന കശുവണ്ടി ഫാക്ടറി എല്ലാ തൊഴിലാളികൾക്കും കൊടുത്തു. പിന്നെ RCC മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എല്ലാം ഞാനും എൻ്റെ മകനും കൊണ്ടുവന്ന് കൊടുത്തു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളിവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് ഞങ്ങൾ വസ്തു കൃഷി ചെയ്യുന്ന ചീനി എല്ലാ സാധനങ്ങളും മഞ്ഞപ്പൊടി എല്ലാം ഞാൻ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടേ ഞങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ചേമ്പ്, ചേന, ചീനി, പിന്നെ മഞ്ഞൾ പൊടിച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കാച്ചിൽ ഇതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ അനാഥാലയത്തിൽ കൊടുത്തതിന് ശേഷമേ ഞങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ ഉപ്പിട്ട് ഞങ്ങൾ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറി കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഫലങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് അനാഥാലയത്തിൽ കൊടുക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചയും ഞാനും എൻ്റെ മകനും കൊണ്ടു കൊടുത്തു. ഞങ്ങൾ അവിടെ രസീത് എഴുതിക്കുന്ന കൃപാസനമ്മയുടെ പേര് വെച്ചാൽ, എൻ്റെ പേര് വെച്ചല്ല, കൃപാസനമ്മ തന്നാണെന്നും പറഞ്ഞാണ് ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്നത്. പിന്നെ ആത്മീയമായ പ്രവർത്തനം ചെയ്യുന്നത് എല്ലാ ഉടമ്പടി ഉടമ്പടി പ്രാർത്ഥന രാവിലെയും വൈകിട്ടും പിന്നെ ഡെയിലി ബെഡും എല്ലാ പ്രാർത്ഥനയും എല്ലാ ദിവസവും ഡെയിലി ബെഡ് പ്രാർത്ഥിച്ച് തീർന്ന ഉടനെ അപ്പോഴും തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും.
പിന്നെ ശനിയാഴ്ച ദിവസം ഞാൻ ഉപവാസം പിടിച്ച് ശനിയാഴ്ചയാണ് ഞങ്ങൾ ഉടമ്പടി ധ്യാനം കൂടുന്നത്. അന്നേരം എല്ലാവരും കൂടി വന്നാണ് ഞങ്ങൾ ധ്യാനം കൂടുന്നത്. പിന്നെ കുടുംബ പ്രാർത്ഥനയൊന്നും മുടക്കത്തില്ല. പിന്നെ ബൈബിൾ അരമണിക്കൂർ കൂടുതലും ബൈബിൾ ഞാനും എൻ്റെ മകനും വായിക്കും, ജപമാല ചൊല്ലും. ഇത്രയും ചെയ്തു തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മോൻ ഇവിടെ ഉടമ്പടി എടുത്തതാണ്. എൻ്റെ മോൻ ആർമി ഒരു ജോലി ശരിയായതാണ്. അപ്പോൾ ഫിസിക്കലും ടെസ്റ്റും പാസ്സായി. മെഡിക്കലിന് ചെന്നപ്പം എൻ്റെ മോന് താടിയിൽ വളർച്ച കാരണം മെഡിക്കൽ പാസ്സായില്ല. അങ്ങനെയാണ് മോൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇപ്പോൾ അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 91 സങ്കീർത്തനം 10-11 തിരുവചനങ്ങൾ. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സുഗന്ധി എന്ന ഈ അമ്മ മകൻ അഭിമന്യുവിനോട് കൂടെ വന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നത് അവരുടെ ജീവിതത്തിൽ വളരെ സങ്കടപ്പെട്ട ഒരവസ്ഥയിൽ അവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ഈശോ അവർക്ക് ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് നന്ദി പറയാനാണ്. അവർ ഇപ്പോഴും ഉടമ്പടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷത്തിലും ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവരവരുടെ ജീവിതത്തെ മുന്നോട്ട് നീക്കുന്നത്. സുഗന്ധി എന്ന പേരുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചിരുന്നുവെന്ന് അവിടെ സാക്ഷ്യകൂടാരത്തിൽ വന്നപ്പോൾ അവിടെ പറഞ്ഞിരുന്നു, ഷെയർ ചെയ്തിരുന്നു. അമ്മ അത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിച്ചിട്ടുള്ള വലിയ സാക്ഷ്യമാണിത്. 8 വർഷത്തോളം ഈ അമ്മയ്ക്കുണ്ടായിരുന്ന വീടിനുണ്ടായിരുന്ന ഒരു വഴി തർക്കമായിരുന്നു. അവസാനം അത് കേസായി. അവരുടെ അയൽക്കാർ മതിൽ കെട്ടി അടച്ചവരുടെ വഴി തടസ്സപ്പെടുത്തിയപ്പോൾ വഴിയും സത്യവും ജീവനുമായ ഈശോ തന്നെയാണ് ഇവർക്ക് വേണ്ടി അനുകൂലമായി കേസ് ബാധിച്ച് ആ വഴി തുറന്നു കൊടുത്ത് അവർക്ക് വീണ്ടും നടക്കുവാനുള്ള വലിയ അനുഗ്രഹം അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അമ്മ ഇതിനു വേണ്ടി മകനോടൊപ്പം ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ഈശോയെ സ്നേഹിക്കുന്ന കാരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ട് അവർക്ക് 2 സെൻറ്റ് സ്ഥലം ഈശോയോട് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അനുഗ്രഹം മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് 3 ഇരട്ടിയായി 6 സെൻറ്റ് സ്ഥലം കൊടുത്ത് അവിടെ കൃഷി ചെയ്ത് ലഭിക്കുന്ന എല്ലാ ആദ്യഫലങ്ങളും അനാഥരായ കുഞ്ഞുങ്ങൾക്ക് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ടാണ് അവരവരുടെ എല്ലാ ദിവസത്തെയും ഉപജീവനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആസ്തി അവർ സമ്പാദിച്ചിരിക്കുകയാണ്. ഈശോ നൽകിയതിനെല്ലാം പ്രതിനന്ദി എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയ്ക്ക് നമുക്ക് കൂടുതൽ നൽകാനായിട്ട് സാധിക്കും. നിൻ്റെ ആസ്തി എവിടെയെന്ന് ഈശോ നിനക്ക് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ ഈ നന്മകൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കെന്തുപകാരം? ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ എന്തുപകാരം എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന സുഗന്ധി എന്ന ഈ അമ്മയുടെ വലിയ സ്നേഹത്തിന്, ഈശോയോടുള്ള സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ മകനെ ഇപ്പോൾ ഉടമ്പടിയിലൂടെ ജീവിക്കാൻ ഈ അമ്മ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി അമ്മ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അവസ്ഥ നമുക്ക് കാണാം. വളരെ വ്യത്യസ്തമായ ഈ ഒരു സാക്ഷ്യത്തിന് ഈശോയ്ക്ക് അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും കണ്ണുനീരിനെയും ആശങ്കകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാം എത്ര തന്നെ പഴക്കം ചെന്നതായാലും എത്ര തന്നെ വിട്ടുമാറാൻ സാധിക്കില്ല അല്ലെങ്കിൽ സാധ്യമല്ല എന്ന് തോന്നുന്ന എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോടെ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ല ഒരു കയ്യടിയോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.